എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 20 വരെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയിലേക്കും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ എത്ര കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയിലേക്കും vhscap.kerala.gov.in എന്നുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് സാധാരണ പഠിക്കുന്ന കോഴ്സിൻ്റെ കൂടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ അതിൽ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സും അതുപോലെ തന്നെ സംരംഭകത്വ വികസനം, അതായത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോഴ്സും കോമൺ ആയിട്ട് എല്ലാ കോഴ്സുകളോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അറിയാം എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ഇവിടെ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേസമയം നിങ്ങളുടെ ജില്ല ഏതാണോ, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിൽ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ജില്ലകൾ സെലക്ട് ചെയ്ത് അവിടുത്തെ വേക്കൻസി മനസ്സിലാക്കാവുന്നതാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജില്ലയിലെ വിവിധ സ്കൂളുകൾ ഇവിടെ അതിൻ്റെ ലിസ്റ്റുകൾ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്കൂൾ കോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴ്സ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ടൈപ്പ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ജെൻഡർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്കൂളിൻ്റെ ഇമെയിൽ ID യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്കൂൾ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ കോഡ് ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ സ്കൂൾ നെയിം നോക്കുക, അവിടെ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡും കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇവിടെ 35, 10, 29 എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു കോഴ്സുകളുടെ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾ പേപ്പറിൽ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളാണോ എന്ന് നോക്കിയിട്ടാണ് ഇതൊക്കെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഏത് സ്കൂളാണോ ആ ഒരു സ്കൂളിൻ്റെ കോഡ് എഴുതി വെക്കുക, സ്കൂളിൻ്റെ പേരും അഡ്രസ്സും എഴുതി വെക്കുക. അതുപോലെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കോഴ്സ് കോഡ് എഴുതി വെക്കുക. ഇത്രയുമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു സ്കൂൾ കോ എഡ്യൂക്കേഷൻ ആണോ, സ്കൂളിൻ്റെ ജെൻഡർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ജെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ളതാണോ എന്നുള്ള ആണെങ്കിൽ കോ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്കൂളിൻ്റെ ജെൻഡർ കൊടുത്തത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബോയ്സ് മാത്രം പഠിപ്പിക്കുന്ന ആ ഒരു സ്കൂളുകളാണെങ്കിൽ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇവിടെ നിങ്ങൾക്കൊരു സ്കൂൾ കാണാം, ഇവിടെ ബോയ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ബോയ്സ് മാത്രമേ ആ ഒരു സ്കൂളിൽ പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോയ്സ് എന്ന് അതിൻ്റെ ജെൻഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ ആൺകുട്ടികളും ഉണ്ടാവും, പെൺകുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഗേൾസ് സ്കൂളിൽ ബോയ്സ് അപേക്ഷിക്കേണ്ടതില്ല, ബോയ്സ് സ്കൂളിൽ ഗേൾസും അപേക്ഷിക്കേണ്ടതില്ല, അതായത് ഓപ്ഷൻ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആ ഒരു കോ എഡ്യൂക്കേഷൻ സ്കൂളാണെങ്കിൽ അവിടെ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ സ്കൂൾ കോഡ് കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സ്കൂൾ കോഡ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കൂൾ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ വരുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ലകൾ ഈ ഒരു 1 by 1 ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതും, അത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾ എന്നുള്ള സെലക്ട് ചെയ്ത എല്ലാ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ സ്കൂളിൻ്റെ നേരെയും ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതുപോലെ കോഴ്സിൻ്റെ കോഡുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്കൂളിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ ആ ഒരു സ്കൂൾ ബോയ്സ് സ്കൂളാണോ ഗേൾസ് ആണോ
അല്ലെങ്കിൽ ബോയ്സും ഗേൾസുമുള്ള കോ എഡ്യൂക്കേഷൻ സ്കൂളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു സ്കൂളിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ലിസ്റ്റ് ഓഫ് VHSC കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഈ ഒരു രീതിയിലാണ് കോഴ്സുകൾ തരംതിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ബി കോഴ്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഉണ്ടാകും. അതായത് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കുന്ന എല്ലാവിധ കോഴ്സും പഠിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ബി കോഴ്സാണ് എടുക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് സ്കോൾ കേരളയുടെ മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിനോടൊപ്പം അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു വൊക്കേഷണൽ കോഴ്സ്, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ പേരിലാണ് ആ ഒരു കോഴ്സുകളൊക്കെ അറിയപ്പെടുക. അപ്പോൾ ഇവിടെ കാണാം പവർ ട്രില്ലർ ഓപ്പറേറ്റർ, ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഈ ഒരു ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ലൈൻമാൻ, 4 വീലർ സർവീസ് ടെക്നീഷ്യൻ ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകളുടെ പേരുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ വരുന്നതാണ് ഈ ഒരു ഗ്രൂപ്പ് എ കോഴ്സ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാം. എന്നാൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് പറ്റില്ല, കാരണം അതിൽ ബയോളജി ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു കോഴ്സ് കാണാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം അസിസ്റ്റൻറ്റ് ഡിസൈനർ, അപ്പാരൽസ്, മെയ്ഡപ്സ് ആൻഡ് ഹോം ഫേർണിഷിംഗ്, അതുപോലെ പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ ഫെസിലിറ്റേറ്റർ, ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ഡയറി പ്രൊഡക്റ്റ് പ്രൊസസ്സർ, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസ് പ്രൊവൈഡർ, അതുപോലെ തന്നെ ഡയറി ഫാർമർ അല്ലെങ്കിൽ എൻ്റർപ്രണർ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ, അതായത് ഇതുപോലുള്ള ആ ഒരു വൊക്കേഷണൽ കോഴ്സുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഫിസിക്സ് ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ വരുന്ന, അതായത് ആ ഒരു 3 സബ്ജക്റ്റുകൾ വരുന്ന കോഴ്സുകളാണ് ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ അതിൽ ബയോളജി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും, അഡ്മിഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീടോ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ട് എന്ന് പറയുക, അതിനുശേഷം അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കുക. അങ്ങനെ ഈ ഒരു മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഗ്രൂപ്പ് ബി കോഴ്സാണ് എടുക്കുന്നത്. നിങ്ങൾ അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് പഠിക്കുന്ന, അതായത് ഹയർ സെക്കൻഡറിയിൽ ബയോളജി സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ പറ്റുമോ ആ ഒരു കോഴ്സൊക്കെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സിൽ നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ട്, അഡീഷണൽ ആയിട്ട് മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അഡീഷണൽ ഈ ഒരു മാത്സ് എടുക്കുന്നില്ല എന്ന് പറയും. പിന്നീട് +2 കഴിയുന്ന സമയത്താണ് ഇനി വീണ്ടും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അഡീഷണൽ മാത്സ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നീട് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ബി കോഴ്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു അഡീഷണൽ ആയിട്ട് മാത്സ് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളോട് സ്കൂളിൽ നിന്ന് അത് ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു അഡീഷണൽ മാത്സ് പഠിക്കുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പ് ബി കോഴ്സ് ഉണ്ട്. ഈ ഒരു എല്ലാ കോഴ്സും നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും 1 or 2 ഒക്കെ കോഴ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റിലുള്ള സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു കോഴ്സിൻ്റെ കോഡ് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത്തേത് പവർ ട്രില്ലർ ഓപ്പറേറ്ററാണ്, അത് കോഴ്സ് കോഡ് 1 ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി കോഴ്സുകൾ ഉൾപ്പെടുന്ന അത് ആ ഒരു ലിസ്റ്റ് വരുന്നത്, അതായത് ഈ ഒരു കോഴ്സ് കോഡ് 18, 20, അതുപോലെ തന്നെ 18, 19, 20, 21 ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ കോഴ്സ് കോഡ് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏത് കോഴ്സാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എങ്ങനെ സ്കൂളിൻ്റെ ലിസ്റ്റ്, അതുപോലെ സ്കൂൾ കോഡ് മനസ്സിലാക്കാം, അതുപോലെ എങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ കോഡും മനസ്സിലാക്കാമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഗ്രൂപ്പ് ബി കോഴ്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റ് എടുക്കുക. അതോടൊപ്പം നിങ്ങൾ സ്കൂളിൽ നിന്ന് അഡീഷണൽ മാത്സ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.